ഹായ് ഗൈസ്, അപ്പോൾ ഇന്നലെ ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ. ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഒരു 7:45 ഇറങ്ങി 9:30 എത്തുകയും ചെയ്തു കേട്ടോ. ഈ ഒരു ടോപ്പ് വെച്ചൊരു സാരി എടുത്തതായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഒരു സാരി, പക്ഷേ സാരി അധികം നമ്മൾ ഉടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്കും അവൾക്കും കൂടി ഒരു ടോപ്പ് തയ്ച്ചു. അപ്പോൾ ഗുരുവായൂർ എത്തി. ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോയില്ല, കാറിലാണ് വെച്ചിരിക്കുന്ന ഫോൺ. അപ്പോൾ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, കാരണം നല്ല രോഹിണിയായിരുന്നു, വ്യാഴാഴ്ചയായിരുന്നു. അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പൊതുവേ ഗുരുവായൂർ അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കില്ല അല്ലേ. പിന്നെ ഞങ്ങളിതേ പാൽപ്പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനും ചേട്ടനും മോള് കഴിച്ചില്ല. അവൾക്ക് എന്നാലും ഞാൻ ഇത്തിരി തൊട്ട് വായിൽ വെച്ച് കൊടുത്തു. അവൾക്ക് മധുരം അത്ര ഇഷ്ടമല്ല. നല്ല അമ്പലത്തിലെ പ്രസാദം വെച്ചിട്ട് ഞങ്ങൾ കുറേശ്ശെ കഴിച്ചു. പിന്നെ ഞങ്ങൾ ആവണംകോട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് തൊഴുത് ഇറങ്ങി. പിന്നെ ഈ ഒരു കുളം കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല താമരയൊക്കെ ഉണ്ടായിരുന്നു. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങളൊരു സർബത്തൊക്കെ കുടിച്ചിട്ട്, ഭയങ്കര ചൂടല്ല, നല്ല ദാഹമാണ്. എൻ്റെ മേലൊക്കെ മറിയുകയും ചെയ്തു ഒട്ടാക. അപ്പോൾ സർബത്തൊക്കെ കുടിച്ചു. പിന്നെ വഴിയൊരിക്കലും ഈ പേരൊക്കെ കണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോഴേ കണ്ടായിരുന്നു വെക്കുന്നതാ ചേച്ചി. പിന്നെ മേടിക്കണം വിചാരിച്ചിരുന്നു, കാരണം അവൾക്ക് ഉള്ളിൽ ചുവപ്പുള്ള പേരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് മേടിച്ചു. പിന്നെ ഒരു പപ്പായ മേടിച്ചിട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ അവൾക്ക് പടകം വാങ്ങാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്തായിരുന്നു. കാരണം അച്ഛൻ വിഷുവിന് കുറേ മുമ്പേ വാങ്ങി വെക്കൂട്ടോ പടകം. അപ്പം ഞങ്ങൾ വരുന്ന വഴിക്കൊരു കമ്പനി പടത്തിൻ്റെ ഹോൾസെയിൽ കട കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് മേടിച്ചു. അപ്പോൾ പിന്നെ ഇതേ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം തിളപ്പിച്ച് ഊറ്റി. പിന്നെ ഇന്നത്തെ മോരുകറി ഉണ്ടായിരുന്നു. ചിക്കൻ കറി കടയിൽ നിന്ന് മേടിച്ചാട്ടോ. പിന്നെ പപ്പടം വേഗം കാച്ചിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു പിടി ചോറ് കഴിച്ചപ്പം നല്ല സമാധാനം കേട്ടോ. കാരണം ഇപ്പം തന്നെ സമയം 4 മണി. ഞാൻ പായസമൊക്കെ കഴിച്ച് പ്രസാദമൊക്കെ കഴിച്ച് തീർത്തതിന് ശേഷമാണ് ചിക്കൻ കഴിച്ചിട്ടോ. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ.